നമസ്കാരം. കേരളത്തിലെ മാറി മാറി വരുന്ന മുന്നണി ഭരണങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോകുന്ന ഒരു മഹാഭൂരിപക്ഷമുണ്ട്. സാമൂഹ്യനീതിയും സമത്വവും നിഷേധിക്കപ്പെട്ട അത്തരം ജീവിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഇത് കണ്ണൂർ ജില്ലയുടെ കാഴ്ചകളാണ്. ഈ കാഴ്ചകൾക്കൊടുവിൽ നീതി നിഷേധങ്ങളെ വിലയിരുത്തേണ്ടതും നമ്മളാണ്. പ്രാചീനമായ ചരിത്ര പശ്ചാത്തലമുള്ള കേരളത്തിലെ ജില്ലകളിലൊന്നാണ് കണ്ണൂർ. കേരളത്തിൻ്റെ മണ്ണിൽ അധിനിവേശത്തിൻ്റെ കൊടിപാറിച്ച പല വിദേശ ശക്തികളുടെയും പ്രധാന താവളങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ ദേശം. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കടൽത്തീരം ഉൾപ്പെടുന്നതും കണ്ണൂർ ജില്ലയുടെ അതിർത്തിക്കുള്ളിലാണ്. സാക്ഷരതാ നിരക്കിൽ 5ാം സ്ഥാനം അലങ്കരിക്കുന്ന കണ്ണൂർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. തെയ്യങ്ങളുടെ പെരുമയ്ക്കൊപ്പം തന്നെ കണ്ണൂർ ജില്ലയെ പ്രശസ്തിയിലേക്ക് ഉയർത്തിയവയാണ് കേക്കും ക്രിക്കറ്റും സർക്കസുമെല്ലാം. ഇന്ത്യൻ സർക്കസിലെ തന്നെ കുലപതികളിലൊന്നായി വാഴ്ത്തുന്ന കീലേരി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന് പുറമെ ഇന്ത്യൻ സർക്കസിനെ വിസ്മയം കൊള്ളിച്ച ബഹുഭൂരിപക്ഷം കലാകാരന്മാരും ജന്മം പൂണ്ടത് കലയുടെ മാന്ത്രിക സ്പർശമുള്ള ഈ മണ്ണിൽ തന്നെയാണ്. പല കലകളും പോലെ തന്നെ ആയോധന കലകളുടെ കരുത്തും കണ്ണൂർ ജില്ലയ്ക്ക് അവകാശപ്പെട്ടതാണ്. കളരി എന്ന ആയോധന കലയെ അന്യം നിന്നു പോകാതെ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നവരും ഈ മണ്ണിന്റെ നെഞ്ചിടിപ്പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ മെയ്മറന്ന് തൊഴിലെടുത്ത നിരവധി തൊഴിലാളികളുടെ നിശ്ചയദാർഢ്യവും ഈ മണ്ണിന്റെ ചരിത്രവീഥികളെ സമ്പന്നമാക്കുന്നുണ്ട്. ബീഡി വ്യവസായത്തിന്റെയും കൈത്തറിയുടെയും നാടാക്കി കണ്ണൂരിനെ മാറ്റിയ അത്തരം ജീവിതങ്ങൾ ഇന്ന് ഒളിമങ്ങാത്ത ഓർമ്മകൾ മാത്രമാണ്. പരമ്പരാഗത തൊഴിലുകൾ നിയോഗം പോലെ കൊണ്ടു നടക്കുന്ന അവരിൽ പലരും പുതിയ കാലത്തിന് അനഭിമതരായി മാറുന്ന കാഴ്ച കണ്ണൂരിൻ്റെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ കണ്ണൂരിൻ്റെ സ്പന്ദനങ്ങളെ നിയന്ത്രിച്ചിരുന്ന ബീഡി വ്യവസായവും കൈത്തറി മേഖലയും ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ വിരൽ ചൂണ്ടുന്നതും സ്വന്തം നിഴലിൽ മറഞ്ഞുപോകുന്ന അത്തരം ജീവിതങ്ങളിലേക്കാണ്. 19ാം നൂറ്റാണ്ടിൽ ബാസൽ മിഷന്റെ നേതൃത്വത്തിലാണ് കൈത്തറി വ്യവസായം കണ്ണൂരിൽ പച്ചപിടിക്കുന്നത്. ഇന്ന് കണ്ണൂർ ജില്ലയിൽ മാത്രം 1 ലക്ഷത്തിൽ പരം ആളുകൾ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ കണ്ണൂരിന് ഏറെ പ്രതീക്ഷകൾ പകർന്നിരുന്ന കൈത്തറി മേഖല ഇന്ന് നിരവധി പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. പൈതൃക സ്പർശത്തോടെ നാം നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾക്ക് വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്ര ഡിമാൻഡ് ലഭിക്കുന്നില്ല എന്നതാണ് ഈ വ്യവസായം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. കൈത്തറിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിരവധി തൊഴിലാളികൾ അനിശ്ചിതത്വം നിറയുന്ന തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഏറെ ആശങ്കാകുലരാണ്. കഠിനാധ്വാനത്തിന് അനുസൃതമായ വരുമാനം ലഭിക്കാത്തതിനാൽ പാരമ്പര്യമായി തൊഴിൽ കൊണ്ടു നടന്നിരുന്ന പലരും വരുമാനം കൂടുതൽ ലഭിക്കുന്ന മറ്റു ജോലികളിലേക്ക് ഇതിനകം തിരിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു. പുരുഷന്മാർ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നത് ഭൂരിപക്ഷം വരുന്ന സ്ത്രീ തൊഴിലാളികളാണ്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏറെ കഷ്ടപ്പെട്ടാൽ മാത്രമേ 200 രൂപയെങ്കിലും ദിവസക്കൂലി ഇനത്തിൽ സമ്പാദിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു വരുമാന മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ സ്വന്തം പ്രായവും ആരോഗ്യവും മറന്ന് ജീവിത പ്രതിസന്ധികളോട് പോരടിക്കുന്ന നിരവധി ആളുകളെ കൈത്തറി മേഖലയിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. മാറ്റമില്ലാതെ തുടരുന്ന സർക്കാർ നിലപാടുകൾക്കുള്ള തിരിച്ചടിയാണ് കൈത്തറി മേഖല ഉപേക്ഷിച്ചു പോകുന്ന പാരമ്പര്യ തൊഴിലാളികളുടെ പെരുകുന്ന കണക്കുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. തകർച്ചകളിൽ നിന്നും കൈത്തറി മേഖലയെ രക്ഷിച്ചെടുക്കാൻ ഉതകുന്ന ദീർഘവീക്ഷണമുള്ള പദ്ധതികളുടെ അഭാവം തന്നെയാണ് ഈ മേഖലയെ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്നത്. പാരമ്പര്യമായി നിരവധി തൊഴിലുകളും വിശ്വാസങ്ങളും ഹൃദയം കൊണ്ട് ആടിത്തീർക്കാൻ വിധിക്കപ്പെട്ട കുറേ മനുഷ്യരെ കണ്ണൂരിൻ്റെ പുറമോടികൾക്ക് പിന്നിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നിയോഗം പോലെ പല പല വേഷങ്ങൾ കെട്ടിയാടി തളർന്ന എത്രയെത്ര ജീവിതങ്ങളാണ് ഈ മണ്ണിൻ്റെ കണ്ണീർ ചാലുകളിലേക്ക് മുഖമമർത്തി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും. ഉത്തര കേരളത്തിൽ ഏറെ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലകളിൽ പ്രഥമ സ്ഥാനമാണ് തെയ്യത്തിനുള്ളത്. ആചാര അനുഷ്ഠാനങ്ങളുടെയും ആരാധനകളുടെയും ഭാഗമായി രൂപപ്പെട്ട ഈ കലാരൂപം പ്രാചീനമായ സാമൂഹ്യ ജീവിതത്തിന്റെ പ്രതിഫലനങ്ങൾ കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ദൈവിക പ്രഭയിലേക്ക് വഴിമാറുന്ന കീഴാളന്റെ ആത്മപ്രകാശനം കൂടിയായി മാറുന്നുണ്ട് സ്വയം മറന്നുകൊണ്ടുള്ള ഓരോ കെട്ടിയാടലും. വൃക്ഷാരാധന, പർവ്വതാരാധന, അമ്മദൈവാരാധന, പ്രേതാരാധന, ശൈവ വൈഷ്ണവ ആരാധന തുടങ്ങി പല പല ആരാധനകളുടെയും സമന്വയത്തിലൂന്നിയാണ് തെയ്യം എന്ന കലാരൂപം വികസിതമായിട്ടുള്ളത്.
തെയ്യം കെട്ടിയാടുന്നതിനുള്ള അവകാശം പല സമുദായങ്ങൾക്കായി തമ്പുരാൻ വീതിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് തലമുറകൾ കൈമാറി വരുന്ന വിശ്വാസം. ദൈവം എന്നതിൻ്റെ വാമൊഴി രൂപമായി മാറുന്ന ഓരോ തെയ്യത്തിൻ്റെയും തുടക്കത്തിന് പിന്നിൽ അതാത് കാലവും ദേശവും അനുസരിച്ചുള്ള ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വണ്ണാൻ, മലയൻ, അഞ്ഞൂറ്റാൻ, മുന്നൂറ്റാൻ, വേലൻ, ചിങ്കത്താൻ, മാവിലൻ, കോപ്പോളർ അഥവാ പുലയർ തുടങ്ങിയ സമുദായങ്ങളിൽപ്പെട്ടവരാണ് പാരമ്പര്യമായി ദൈവവേഷങ്ങൾ കെട്ടിയാടുന്നത്. മുഖത്തെഴുത്ത്, മെയ്യെഴുത്ത്, ചമയങ്ങൾ, വേഷങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തെയ്യങ്ങളെ പരസ്പരം വേർതിരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യം കലാകാരനായി മാറാൻ സാധിക്കുകയുള്ളൂ. പാരമ്പര്യമായി കൈമാറി വന്ന സിദ്ധി ഒരു സാധന പോലെ കൊണ്ടു നടക്കുന്ന ഓരോ തെയ്യം കലാകാരനും ആ കാലയളവിൽ അവനവനെ തന്നെ മറന്നാണ് ജീവിതവേഷം ആടുന്നത്. കൊടിയ ദാരിദ്ര്യത്തിലും ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി അവൻ മാറുന്നത് ഒരു നാടിൻ്റെ തന്നെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ്. ചമയങ്ങൾ എന്നേക്കുമായി അഴിച്ചുവെക്കാൻ നിർബന്ധിതനായി തീരുന്നതുവരെ വീരാരാധനയോടെ നീണ്ടുവരുന്ന ഒരുപറ്റം കണ്ണുകൾക്ക് മുൻപിലാണ് ഓരോ തെയ്യം കലാകാരനും ജീവിക്കുന്നത്. പല പല തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന ജീവിതത്തിന് ഒടുവിൽ അവനെ കാത്തിരിക്കുന്നത് രോഗങ്ങളും ദുരിതങ്ങളും മാത്രമാണ്. വ്രതനിഷ്ഠയോടെ ദൈവസത്തയിലേക്ക് ആത്മാവിനെ ഉരുക്കിച്ചേർക്കുന്ന തെയ്യം കലാകാരൻ്റെ ഓർമ്മകൾ ഏതു പ്രായത്തിലും ഏറെ ദീപ്തമാണ്. വർണ്ണാഭമായ ചമയങ്ങൾക്കും വാദ്യഘോഷങ്ങൾക്കും നടുവിൽ വരാൻ പോകുന്ന രോഗാതുരമായ കാലത്തെ മറന്ന് ഉറഞ്ഞു തുള്ളുമ്പോൾ കീഴാളന്റെ സ്വത്വബോധത്തിന് കൂടിയാണ് തിടം വയ്ക്കുന്നത്. സാഹസികമായ ഓരോ ആട്ടവും പെരുമയോടെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന പുതിയ കാലത്ത് രോഗത്തിൻ്റെ തീക്ഷ്ണതയെക്കുറിച്ചാണ് ഓരോ തെയ്യം കലാകാരനും പറയുവാനുണ്ടാകുക. സ്വന്തം ജീവിതത്തെ ഏറെ സാഹസികമായി ദൈവത്തിന് സമർപ്പണം ചെയ്ത ചില ജീവിതങ്ങളെയാണ് ഇവിടെ നാം കണ്ടുമുട്ടുക. ഇത് കുഞ്ഞുമംഗലം MV കണ്ണൻ പണിക്കർ. ഇപ്പോൾ 67 വയസ്സുള്ള കണ്ണൻ പണിക്കർ ഒരു കാലത്ത് ഈ ദേശത്തെ അറിയപ്പെടുന്ന തെയ്യം കലാകാരനായിരുന്നു. ജാതീയ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞു നിന്ന അക്കാലത്ത് ദൈവീക പ്രഭ ചൊരിഞ്ഞ് നാടിൻ്റെ സങ്കടങ്ങൾ തീർക്കാൻ ചുവടുവെച്ച ആൾ കൂടിയാണ് ഈ MV കണ്ണൻ പണിക്കർ. 9ാമത്തെ വയസ്സിൽ തെയ്യം കലാകാരനായി രംഗത്തിറങ്ങിയ കണ്ണൻ പണിക്കർ ഇന്ന് സ്വന്തം സങ്കടങ്ങളുടെ തുരുത്തിൽ ഒറ്റയ്ക്കാണ്. ആടിവേടനിൽ തുടങ്ങി തീപ്പൊട്ടന്റെ മാനവികതയിലേക്ക് വരെ പകർന്നാട്ടങ്ങൾ നടത്തിയിട്ടുള്ള കണ്ണൻ പണിക്കർ രോഗങ്ങൾക്ക് മുൻപിലും തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. നമ്മൾ ചെറുകാലം മുതൽ ഈ തൊഴിൽ കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ തൊഴിൽ കൊണ്ട് അന്ന് യാതൊരു ജീവനമാർഗം മതിയാവുന്നില്ല. അന്ന് കിട്ടുന്ന പൈസ വേതനം വളരെ കുറവാണ്. അപ്പോൾ അന്ന് അച്ഛൻ ഉപദേശിച്ച് തന്നെ ആ ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് ഇതിലേക്ക് ഞങ്ങളും വന്നു. അപ്പം അന്ന് നാടുകളിൽ നാട്ടുവാഴി പ്രമാണിത്തുള്ള കാലത്ത് നാട്ടുവാഴികളെ അവിടെ പോയാൽ ഞങ്ങൾ ഇങ്ങനെ അവർ നമുക്കങ്ങോട്ട് വരവേശുമ്പം അവരിങ്ങോട്ട് നമ്മൾ പഠിപ്പിക്കും. നല്ല ചെറിയ പൈസ തരുള്ളൂ. ഈ പൈസ കൊണ്ടൊന്നും മതിയാവില്ല. അതുകൊണ്ട് ഇങ്ങനെ വിജയമാർഗമായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ രാവിലെ വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രത്തിലെത്തിയാൽ ആ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ മര്യാദയ്ക്ക് ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് പോകുന്ന കാലഘട്ടം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ഉപജീവന മാർഗത്തോട് പോകാൻ കഴിയുന്നില്ല. പിന്നീടെന്ന് പറഞ്ഞാൽ ഇത് വില വെച്ചാൽ പിന്നെ ആ പണിക്കർ പുറത്തില്ല. അങ്ങനെ ഈ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു 5 വയസ്സ് മുതൽ 6 വടം കെട്ടി 5 വയസ്സിൽ കൃഷ്ണമൂർത്തി കോലം കെട്ടി പിന്നെ തുടർന്ന് അങ്ങോട്ട് എല്ലാ കോലങ്ങളും കെട്ടി ലാസ്റ്റിൽ തീക്കോലങ്ങൾ കെട്ടി രോഗങ്ങൾ ബാധിച്ചു. അപ്പോൾ അന്ന് തീരെ ആരും നോക്കുന്നില്ല. ഈ രോഗത്തിന് ശൈലി കെട്ടിയത് അനുഭവത്തിൽ തുള്ളാൻ വേണ്ടിയിട്ട് പള്ളി ക്ഷേത്രക്കാരും നാട്ടുകാരും നല്ലോണം ചെയ്യണമെന്ന് പറയും. ഞങ്ങൾ 4 ദിവസം കിടക്കുന്ന സമയത്ത് അവരാരും വന്നൊരു അന്വേഷണം കാര്യം ചെയ്യുന്നില്ല. എല്ലാ പണിക്കാർക്ക് അത് ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു മനോഭാവം ഇല്ല. അങ്ങനെയാണ് ഈ കാലഘട്ടം. അങ്ങനെ ഇതിൽ കൂടിയാണ് എനിക്ക് ശരീരത്തിന് അസുഖങ്ങൾ വന്ന് ഇപ്പോൾ തീരെ വയ്യാതെ അവസ്ഥയായി. അന്ന് കുട്ടികൾ ചെറുതാണ്, അവർക്കൊന്നും കഴിയില്ല. അങ്ങനെ ആ കിട്ടുന്ന ചെറിയ തുച്ഛമായ വേതനം കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകുന്നല്ലാതെ ഉണ്ട്. ഇതുകൊണ്ട് പിന്നെ 6 മാസം നമുക്ക് ദയനീയ അവസ്ഥയാണ്, ജീവിക്കാൻ മാർഗമില്ല. അങ്ങനെയാണ് വരുന്നത് നമ്മളെ കാണാനുള്ള സ്ഥിതി. ഇപ്പം പിന്നെ തീരെ വയ്യാതെ ഇപ്പം പിന്നെ നമ്മളിൽ നിന്ന് നമ്മളെ കുട്ടികൾ ഇങ്ങനെ പഠിച്ച് അവരും വരുന്നത്. പക്ഷെ അവർക്കും ഇതന്നെ ഗതി. കാരണം ഒരു നല്ല ഒരു
രീതിയിലുള്ള വേതനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങളതിനത് ചെയ്യുന്നില്ല മനോഭാവം ഇന്നലെ കുട്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ പറയുന്നത് അതൊന്നും പോരാ, നമ്മൾ നേരത്തെ കുലത്തൊഴിലിൽ നിന്ന് തന്നെ ശീലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവരിപ്പോൾ ചെയ്തു വരുന്നു. ചുറ്റിലും കൂടുന്നവർ പകരുന്ന ദൈവികതയും കെട്ടിയാടിയ വേഷങ്ങളുമെല്ലാം 20 കൊല്ലമായി കണ്ണൻ പണിക്കർക്ക് മധുരമുള്ള ചില ഓർമ്മകൾ മാത്രമാണ്. തീപ്പൊട്ടനായി തിളങ്ങി നിന്ന കാലത്തിന്റെ തിരിശേഷിപ്പാണ് കണ്ണൻ പണിക്കർ ഇന്നനുഭവിക്കുന്ന ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും. തീയിലേക്കുള്ള ഓരോ ചുവടുകളും കാലക്രമത്തിൽ കണ്ണൻ പണിക്കർക്ക് നൽകിയത് ശ്വാസം മുട്ടലിന് പുറമെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കൂടിയാണ്. തെയ്യം കലാകാരന്മാർക്ക് ലഭിക്കുന്ന പെൻഷൻ മാത്രമാണ് വർഷങ്ങളോളം തെയ്യം കെട്ടിയാടിയ ഈ ജീവിതത്തിന് സർക്കാർ നൽകുന്ന അംഗീകാരം. പ്രതിമാസം ചുരുങ്ങിയത് 3000 രൂപയോളം ചികിത്സാ ചെലവ് വേണ്ടിവരുന്ന കണ്ണൻ പണിക്കർക്ക് ഇപ്പോൾ ഏക ആശ്രയം മകനാണ്. പാരമ്പര്യമായി കൈവന്ന സിദ്ധി ഉപേക്ഷിക്കാതെ തന്നെ നിത്യവൃത്തിക്ക് പെയിന്റിംഗ് ജോലിക്ക് പോകുകയാണ് കണ്ണൻ പണിക്കരുടെ മകൻ. ദാരിദ്ര്യം മാത്രം മിച്ചം വെച്ച ഒരു കലാജീവിതം കൺമുമ്പിൽ ഉള്ളതുകൊണ്ടാവാം കണ്ണൻ പണിക്കർ മകന്റെ തീരുമാനങ്ങൾക്കൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നത്. വർഷങ്ങളോളം ഒരു ദേശക്കാരുടെ മനസ്സിൽ ദൈവിക പ്രഭയോടെ ജ്വലിച്ചു നിന്ന കണ്ണൻ പണിക്കർക്ക് കലാകാരൻ എന്ന നിലയിൽ ഇതുവരെ ഒരു അംഗീകാരവും കിട്ടിയിട്ടില്ല. ഒരു അനുഷ്ഠാനം പോലെ തെയ്യം മനസ്സിൽ കെട്ടിയാടുന്ന കണ്ണൻ പണിക്കർക്ക് ആരോടും പരാതിയോ പരിഭവങ്ങളോ ഇല്ല. എല്ലാവരും സമന്മാരാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന പൊട്ടൻ തെയ്യത്തിന്റെ ഓർമ്മകൾ മാത്രമാണ് ഈ രോഗങ്ങൾക്കിടയിലും അയാളിൽ ഒരു പുഞ്ചിരി ബാക്കി വയ്ക്കുന്നത്. അന്നും ഇന്നും ദൈവിക ചൈതന്യത്തോടെ തെയ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന കലാകാരനാണ് KV കണ്ണപ്പെരുവണ്ണാൻ. 12 വയസ്സു മുതൽ തെയ്യം കെട്ടിത്തുടങ്ങിയ കണ്ണപ്പെരുവണ്ണാൻ ഇന്ന് 71ന്റെ നിറവിലാണ്. 21ാമത്തെ വയസ്സിൽ വള കിട്ടിയ കണ്ണപ്പെരുവണ്ണാൻ ഏറെക്കുറെ എല്ലാ തെയ്യങ്ങളും കെട്ടിയാടിയിട്ടുണ്ട്. ഫോക്ലോർ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നടത്തിയ കലാപ്രവർത്തനങ്ങൾക്കിടയിലാണ് പെട്ടെന്നൊരു ദിവസം കണ്ണപ്പെരുവണ്ണാൻ രോഗിയായി മാറുന്നത്. പടത്തിനിക്കടവിൽ മുഖത്തെടുത്ത് ശില്പശാല നടക്കുന്നു. അപ്പോൾ 15 ദിവസത്തെ ക്യാമ്പ്. ഗ്രാമവാസം 10 മറ്റാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇടയ്ക്കടെ മുറ്റപ്പൻ്റെ വെള്ളാട്ടും തിരക്കലും ഉണ്ട്. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദ്യം തന്നെ പരിപാടി അവിടെ നിന്ന് കൃത്യമായിട്ട് എത്തില്ല. അപ്പോൾ എന്തെല്ലോ പരിപാടി ഞാൻ ചെയ്യേണ്ടി വന്നു. നിലവിലി 2-3 തെയ്യക്കുളങ്ങൾ അതിൻ്റെ മാസമായിട്ടും പഠിപ്പിച്ചിട്ടു. അങ്ങനെ 10ാം ദിവസം മറ്റും പകല് ഫുള്ളായിട്ട് കുട്ടികൾക്ക് പഠിക്കേണ്ട ക്യാമ്പാണ്. അന്ന് ഞാൻ ടീച്ചർമാരും സ്കൂൾ കുട്ടികളും നിരവധി വന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി. ഭക്ഷണമെല്ലാം ആടെ ഇരുന്ന് നിൽക്കുന്നതിനെ കഴിച്ചു. അങ്ങനെ പകല് മുഴുവൻ സംസാരിച്ച് എന്നിട്ട് ഒരു നമ്മളെ വലിയ ആയിട്ടൊരു ടീച്ചറുണ്ട് പരിപാടി കാണാൻ പറഞ്ഞത്. അവർ പറഞ്ഞു ഇങ്ങനെ പറയട്ടാ നിങ്ങൾക്ക് ചുക്കാരായി പോകും, ഭ്രാന്തി ആയിപ്പോകുന്നു. അന്ന് അമിതമായിട്ട് സംസാരിച്ചു. പിന്നെ രാവിലെ ഒരു 7 മണിയോടുകൂടെ പല ചേച്ചി മുഖം കടിക്കില്ല. ഒരു സിഗരറ്റ് പിടിക്കും. സിഗരറ്റ് കത്തിച്ച് പിടിക്കുമ്പോൾ ക്ഷീണം വന്നു തറന്ന് വീണു. പിന്നെ സംഭവമൊന്നും ഓർമ്മയില്ല. സാഹസികമായ വേഷങ്ങൾ കെട്ടാൻ ഇഷ്ടപ്പെട്ടിരുന്ന കണ്ണപ്പെരുവണ്ണാൻ ഇന്ന് മനസ്സിന്റെ നിയന്ത്രണം തെറ്റിയ ശരീരവുമായി ഉമ്മർത്തു തന്നെ ഇരിപ്പാണ്. 4 പതിറ്റാണ്ടിലേറെക്കാലം ക്ഷേത്രങ്ങളിലും കാവുകളിലും തെയ്യം കെട്ടിയാടിയിട്ടുള്ള കണ്ണപ്പെരുവണ്ണാൻ തെയ്യത്തിനായി നൽകിയത് സ്വന്തം ജീവിതം കൂടിയാണ്. കുടുംബമെന്ന അടിസ്ഥാന സത്യത്തെ വേഷങ്ങൾ മാറി മാറിയുള്ള ആട്ടത്തിനിടയിൽ വിസ്മരിച്ചതും കണ്ണപ്പെരുവണ്ണാനെ ഇന്ന് ഏറെ വിഷമിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിനായി അച്ഛൻ ഒന്നും കരുതി വെക്കാത്തതിനാൽ പാരമ്പര്യ തൊഴിലിനു പുറമെ ടൈൽസിന്റെ പണിക്കു കൂടി പോകുന്നുണ്ട് കണ്ണപ്പെരുവണ്ണാന്റെ മകൻ ഗിരീഷ്. തെയ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കുലത്തൊഴിലാണ്. പിന്നെ അങ്ങനെയായി അത് പഠിച്ച് പിന്നെ അച്ഛൻ്റെ തൊക്കെ കണ്ടിട്ടാണ് പഠിച്ചത്.
അപ്പോൾ അച്ഛനിങ്ങനെ പറ്റി ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ പറ്റിപ്പോയി. അതിൽ പിന്നെ ഞാനാണ് ഇതെല്ലാം ചെയ്യൽ. പിന്നെ കുടുംബ ജീവിത പ്രശ്നം കൊണ്ട് ഇങ്ങനെ ടൈലിൻ്റെ പണിക്കെല്ലാം പോയി. ഇതുകൊണ്ട് ചെയ്യുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. അങ്ങനെയായിട്ടാണ് ഇപ്പം ജീവിതം പോകുന്നത്. കഷ്ടപ്പാട് തന്നെയാണ് ജീവിതമല്ലോ. പാരമ്പര്യമായി സായുധമാക്കിയ കല മകന് പകർന്ന് കണ്ണപ്പെരുവണ്ണാൻ ഇപ്പോൾ ജീവിതത്തിലേക്കുള്ള തിരനോട്ടത്തിലാണ്. കളിയാട്ടം സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് നിറഞ്ഞിട്ടുള്ള കണ്ണപ്പെരുവണ്ണാന് വളരെയേറെ ശിഷ്യസമ്പത്തുകളുണ്ട്. തെയ്യം കലാകാരനുള്ള തുച്ഛമായ പെൻഷൻ കൊണ്ട് മാത്രം ചികിത്സാ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന സത്യം കണ്ണപ്പെരുവണ്ണാനും അറിയാം. രേവതി പട്ടത്താനം അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള കണ്ണപ്പെരുവണ്ണാന് ഇന്നും താളങ്ങൾ മുറുകുമ്പോൾ കാലുകളിലേക്ക് ഒരു ഊർജപ്രവാഹം ഇരച്ചുവരും. കണ്ണപ്പെരുവണ്ണാനെന്നല്ല, എല്ലാ തെയ്യം കലാകാരന്മാർക്കും അങ്ങനെയാണ്. ദുരിതങ്ങളുടെ ഏത് കടമ്പയും അവർ തരണം ചെയ്യുന്നത് കഴിഞ്ഞ കാലത്തെ ദൈവപ്രഭയെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ്. തെയ്യങ്ങളുടെ സ്വന്തം നാടായ കണ്ണൂരിൽ പ്രാരാബ്ദങ്ങളോട് പോരാടുന്ന ഇത്തരത്തിലുള്ള നിരവധി കലാകാരന്മാർ ജീവിക്കുന്നുണ്ട്. വേഷങ്ങൾ അഴിയുമ്പോൾ സാധാരണക്കാരനായി മാറുന്ന അത്തരം ജീവിതങ്ങളെ കലകൾക്കു വേണ്ടി നിലകൊള്ളുന്നവർ പോലും ബോധപൂർവം വിസ്മരിക്കുകയാണ്. പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന കലയെ ഒരു അനുഷ്ഠാനം പോലെ ഒരു സമൂഹം ഏറ്റുവാങ്ങുമ്പോൾ അവരെ നിലനിർത്തേണ്ട ബാധ്യത സർക്കാരിനില്ലേ? കലയും ജീവിതവും തമ്മിൽ അതിർവരമ്പുകളില്ലാത്ത ഇത്തരം ജീവിതങ്ങളെ എന്തുകൊണ്ടാണ് ഭരണവർഗങ്ങൾ കാണാതെ പോകുന്നത്? അവഗണിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള നിരവധി സമൂഹങ്ങൾക്ക് താങ്ങായി മാറാൻ ഒരു കൂട്ടായ്മ ഇവിടെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. നമ്പൂതിരി മുതൽ നായാടി വരെ ഒന്നിക്കുന്ന ഈ സമത്വ മുന്നേറ്റ യാത്ര അവഗണിക്കുന്നവനു വേണ്ടിയുള്ള കൂട്ടായ്മയ്ക്ക് ചരിത്രപരമായ ഒരു തുടക്കമായി തീരട്ടെ. കേരളത്തിൽ പുതിയ ചരിത്രം തുടങ്ങുകയായി. പരസ്പരം താങ്ങാകാനും തണലാകാനും നായാടി മുതൽ നമ്പൂതിരി വരെ കൈകോർക്കുന്ന സമത്വ മുന്നേറ്റ യാത്ര. നവകേരള നിർമ്മാണത്തിനായി നിങ്ങളും അണിചേരൂ ഞങ്ങളോടൊപ്പം.